റവ കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൽ മുട്ടയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കാരമലാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് അനക്കാനൊന്നും നിൽക്കണ്ട. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ ഇതുപോലെ അലിഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഇതുപോലെ നന്നായിട്ട് മെൽട്ടായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യം ഇത് കട്ട കെട്ടിയ പോലെ തോന്നും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വീണ്ടും തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ തന്നെ യോജിച്ച് കട്ടകളില്ലാതെ വന്നോളും. ഫ്ലെയിം ഓഫാക്കിയിട്ട് അപ്പോൾ തന്നെ ഏത് പാത്രത്തിലാണോ ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒട്ടും സമയം കളയാതെ ഇത് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ചുഴറ്റിയെടുക്കുക. ഇത് സമയം കഴിയുന്തോറും കട്ടിയായി വരും. അപ്പോൾ നമുക്കിതിങ്ങനെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം. ഈ ഒരു രീതിക്ക് ഒരു ലെയർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൽ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറക്കാത്ത നമ്മൾ ഉപ്മാവിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്ത റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് വന്നോളും. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഒരല്പം കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാവുന്നതാണ്. പഞ്ചസാര കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കസ്റ്റേർഡ് പൗഡറാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തിളച്ച പാലൊന്നും ഒഴിക്കരുത്. ഇത് കട്ട കെട്ടിപ്പോകും. തണുത്ത പാൽ ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പാലിൽ ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞ് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കസ്റ്റേർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയായി വരും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അത് നല്ല തിക്കായിട്ട് വന്ന് തുടങ്ങും. ഈ ഒരു പാകത്തിന് മാത്രം റെഡിയാക്കി എടുത്താൽ മതി. ഇതിലും കൂടുതലായിട്ട് കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളിത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. ആവി കയറ്റി എടുക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുന്നത്. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്ത് ഒരു അലുമിനിയം ഫോയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂടിയോ വെച്ച് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അല്ലെങ്കിൽ ആവി അതിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അടച്ചു വെച്ച് 20 മുതൽ 25 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ആവി കയറ്റി എടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം 25 മിനിറ്റ് ഞാനിവിടെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് പുറമേ വയ്ക്കാം. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് പറ്റുന്ന പോലെ തോന്നും. അത് സെറ്റായിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഞാനിപ്പോൾ ഇവിടെ പുറമേ വെച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അരികുകൾ ഒന്ന് കത്തി ഉപയോഗിച്ച് വരഞ്ഞതിന് ശേഷം വേണം ഡീമോൾഡ് ചെയ്യാൻ. ആ ഒരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഡീമോൾഡ് ചെയ്യാൻ ഈസിയാണ്. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമുക്കിത് ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയൊന്നും ചേർക്കാത്ത നമ്മളുടെ റവ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കസ്റ്റേർഡ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ടെക്സ്ചറിലുള്ള ഈ ഒരു പുഡിംഗ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന ഒരു നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.